ഫാലിമയായാലും ശരി ഇതായാലും ശരി കുറച്ചുകൂടെ എന്റർടൈനിങ് ആയിട്ടുള്ള. അപ്പൊ അടുത്തത് ചെയ്യാൻ പോകുന്ന മമ്മൂക്ക ആയിട്ടുള്ള പടമാണ്. അതൊരു ഗ്യാങ്സ്റ്റർ മൂവിയാണ് കേൾക്കുന്നത്. അപ്പൊ മമ്മൂക്ക ഒരു കഥ ചുമ്മാ അങ്ങനെ ഓക്കെ പറയുന്ന എങ്ങനെ കൺവിൻസ് ചെയ്തു മമ്മൂക്കെ? പറഞ്ഞപ്പോ കണക്റ്റായി, മമ്മൂക്ക് കണക്റ്റായി. അപ്പൊ നമുക്ക് ഒരു റീഡിങ്ങും കൂടെ ഇരിക്കാന്ന് പറഞ്ഞു. അടുത്തൊരു റീഡിങ്ങിൽ അത് ഓക്കെ. ഏകദേശം ഞങ്ങൾക്കൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റുന്നത് എന്തായിരിക്കും ഒരു പ്രതീക്ഷ? ആക്ഷൻ എന്റർടൈനറാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു പുതിയ പരിപാടിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമാക്കാം. ഉറങ്ങിയിട്ടില്ല 48 മണിക്കൂർ. മിക്സിംഗ് സ്റ്റുഡിയോ ഓട്ടിട്ട് വേണം നമ്മൾ. പെട്ടെന്നായതുകൊണ്ട് ഫൈനൽ മിക്സ് ചെയ്യണമല്ലോ. ഇവിടെ ലാൽ മീഡിയയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൂടി വന്നിട്ട് ഇനി തിരിച്ചു പോകണം. എന്നിട്ട് വേണം ക്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ. ഫാലിമി കണ്ട് പ്രേക്ഷകർ ഒരുപാട് സന്തോഷിച്ച് തിയേറ്ററിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഫാലിമി. അപ്പൊ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴല്ല അതേപോലൊരു ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരു ഫ്രെയിമിൽ എൻജോയ് ചെയ്ത് അവിടുത്തെ കല്യാണ വീട്ടിലെ സിറ്റുവേഷൻസ്, അവിടെ പ്രശ്നമാണെങ്കിൽ ഇവിടെ ചിരിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഇത് പക്ക ഒരു എന്റർടൈനിങ് കോമഡി ഫിലിം തന്നെയാണോ? അതെ, ഒരു എന്റർടൈനർ എന്ന് മാത്രമല്ല, അതിനകത്ത് ഇത് ഒരു സാൻജോ ജോസഫ് എന്ന് പറഞ്ഞതിന്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ വീടിനടുത്ത് നടന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മളെടുത്തിട്ട് ഞാനും സാൻജോ ആൻഡ്രോച്ചും കൂടെ ഡിസ്കസ് ചെയ്ത് അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു റോളർ കോസ്റ്റർ ഇമോഷൻസ് ആണ്. എല്ലാവരും ഓരോ ടൈമിൽ ഫ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ട്രാവലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ ഇമോഷൻസും പോകുന്നുണ്ട്. എന്നാലും മെയിനായിട്ട് നമ്മുടെ ഈ നാട്ടിലെ കൗൺസിലർ പോലെ, മെമ്പർ പോലെ ഒരു ചേട്ടൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജീവ പ്രൊപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നതും പുള്ളിയുടെ ഇമോഷൻസിൻ്റെ ഒരു ട്രാവലാണ്. അതെ, ശരിക്കും അത് കണ്ടപ്പോ ഫസ്റ്റ് മൈൻഡിൽ തോന്നിയത് നമ്മുടെ മലയാളത്തിലെ ബിജുമോഹൻ ചേട്ടൻ അഭിനയിച്ച വെള്ളിമൂങ്ങ അതൊക്കെ സിനിമകളുണ്ടല്ലോ. ഒരു നാട്ടിൽ പാർട്ടിക്കാരനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവർ ആ നാട്ടിലെ എല്ലാമാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് മലയാളത്തിൽ ചിലപ്പം ചെയ്തു കഴിഞ്ഞാൽ ഈ റെഫറൻസ് ഒക്കെ ആളുകൾ അങ്ങനത്തെ മൂഡല്ല. അത് കംപ്ലീറ്റ്ലി വേറൊരു ഫോർമാറ്റ്. അത് ഇതിന്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി വേറെ. മലയാളത്തിൽ അത് അന്ന് ചെയ്യാൻ പറ്റിയില്ല. ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ അന്ന് ചെയ്യാൻ പറ്റാതായപ്പോൾ അത് അത്രയും വർക്ക് ചെയ്തിരുന്നു. അതിൽ പിന്നീട് ഫാലിമിയിലേക്ക് പോയത്.